ചേരുന്നുണ്ട്. ടോം, 2 കോർപ്പറേഷനുകൾ, അതിൽ കൊച്ചി ഭരണം ഉറപ്പിക്കുന്നു. ഇനി അറിയേണ്ടത് കൊച്ചിയുടെ മേയർ ആരെ എന്നതാണ്. എങ്കിൽ തൃശ്ശൂരിലും വലിയ മുന്നേറ്റമാണല്ലോ ഇപ്പോൾ നടത്തുന്നത്. UDF അവിടെ ഭരണം ഉറപ്പിക്കുകയല്ലേ? തീർച്ചയായും അഭിലാഷ്, 10 വർഷത്തിന് ശേഷമാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം UDF തിരിച്ചുപിടിക്കുന്നത്. അതായത് 56 ഡിവിഷനുകളിൽ 29 UDF വലിയ മുന്നേറ്റം നടത്തുന്നു. 29 വിജയിച്ചിട്ടുണ്ട്. അതായത് വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് UDF കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ചിരിക്കുന്നത്. നിലവിൽ 31 ഡിവിഷനുകളിൽ വിജയിച്ചിട്ടുണ്ട്. അതായത് 3 ലീഡുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. UDFന്റെ സീറ്റ് നില വീണ്ടും വർദ്ധിക്കും. കഴിഞ്ഞ തവണ കോർപ്പറേഷൻ ഭരണം അതായത് കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയ LDF 11 മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. 8 NDA ഉണ്ട്. അതായത് NDA വലിയ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിച്ച തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് NDA പോയി. കോൺഗ്രസിന്റേത് മിന്നുന്ന വിജയമാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനെ കൂട്ടുപിടിച്ച് തൃശൂർ ഭരണം നിലനിർത്തിയ CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അതായത് ഇടതുപക്ഷത്ത് LDF-ഉം CPI-യും CPM-ഉം തമ്മിൽ പലയിടത്തും നേർക്കുനേർ മത്സരിച്ച അല്ലെങ്കിൽ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി അങ്ങനെ ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് LDF-ന് തിരിച്ചടിയായത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് തുടക്കം മുതൽ അവർ പ്രവർത്തിച്ചത്. പലയിടങ്ങളിലും അതായത് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത്, അങ്ങനെ ഒരു വിമത ഭീഷണി കോൺഗ്രസിലൂടെ ഉണ്ടായില്ല. തുടക്കം മുതൽ തന്നെ UDF-ന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു വെല്ലുവിളി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് NDA-യുടെ ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയിൽ സുരേഷ് ഗോപി വലിയ മുന്നേറ്റം നടത്തിയ പല മേഖലകളിലും ഇത്തവണ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ. അതാണ് കോർപ്പറേഷനിൽ നിന്നുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ന്യൂസ് 18 കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന നകുൽ ചന്ദ്രൻ അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വെൺപകൽ വാർഡിൽ ആയിരുന്നു നകുൽ ചന്ദ്രൻ മത്സരിച്ചത്. മിന്നുന്ന വിജയം നകുൽ ചന്ദ്രൻ നേടിയിരിക്കുന്നു. 1-2 വോട്ടുകൾക്കല്ല, 500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും ന്യൂസ് 18 കേരളത്തിന്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ഈ കുടുംബം ഒന്നടങ്കം നകുലിനെ അഭിനന്ദിക്കുന്നു. നകുലിന്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, നല്ല ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ, ഏറെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന് ഒരു നഷ്ടം കൂടിയായിരുന്നു നകുൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത്. ഞങ്ങളുടെ തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന നകുൽ ഇപ്പോഴിതാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതും തിരുവനന്തപുരത്ത് NDA-യുടെ ഒരു മുന്നേറ്റമുണ്ട്, അതിന്റെ ഭാഗം കൂടിയാണ് നകുൽ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയം എന്താണെങ്കിലും ഒരു വലിയ തിളക്കത്തിന്റെ ഭാഗം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അപർണ, രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനസേവനത്തിൽ നകുൽ ഒട്ടും പിന്നിലായിരിക്കില്ല. 100-ൽ 100 മാർക്ക് വാങ്ങാൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ നകുലിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. തിരുവനന്തപുരം നമ്മൾ പറഞ്ഞു വരുമ്പോൾ NDA നേടുന്ന മുൻതൂക്കത്തിൽ LDF ക്ഷീണിക്കുന്ന LDF-ന് പറഞ്ഞു നിൽക്കാൻ ചില കാര്യങ്ങൾ. LDF-നെ മേയർ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ചിട്ടുണ്ട്. കൊല്ലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, കൊച്ചിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആശ്വസിച്ച് നിൽക്കാം. പേട്ടയിലെ SP ദീപക്, ബഞ്ചൂര് ബാബു, ചാക്കയിലെ മുൻ മേയർ K ശ്രീകുമാർ ഒക്കെ ജയിച്ചിരിക്കുന്നു. LDF-ന് പറഞ്ഞു നിൽക്കാം. മേയർ സ്ഥാനാർത്ഥികൾ ജയിച്ചു, പക്ഷേ ആ മേയർ പദവിയിലേക്ക് എത്താൻ കഴിയില്ല, കൈവിടുന്നു ഇടതുപക്ഷത്തിന്. തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റത്തിലേക്ക് NDA പോകുന്നു എന്നുള്ളതാണ്. 42 സീറ്റുകളിൽ ഇപ്പോൾ NDA-യുടെ കുതിപ്പ് തുടരുന്നു എന്നുള്ളതാണ് വലിയ മുന്നേറ്റം. NDA പ്രവചിക്കുന്നത് പോലെ തന്നെയുള്ള മുന്നേറ്റം. ഇനി അവർക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 9 സീറ്റുകൾ എന്നുള്ളതാണ്. 42 സീറ്റുകളിൽ വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് NDA-യെ സംബന്ധിച്ചിടത്തോളം. ചരിത്രം കുറിക്കുമോ NDA കേരളത്തിൽ എന്നതാണ് അറിയേണ്ടത്. അഭിലാഷ്, ഇതിനകത്ത് ഞാൻ ഉറ്റുനോക്കുന്ന പ്രതികരണം, തിരുവനന്തപുരം MP എന്ത് പ്രതികരണം നടത്തും BJP-യിൽ? പ്രത്യേകിച്ച് ഇത്രയും വലിയ വിവാദ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള മറുപടി ആയിരിക്കും ശശി തരൂർ തിരുവനന്തപുരത്ത് NDA നടത്തുന്ന മുന്നേറ്റത്തിൽ പറയുക എന്നുള്ളത് ഈ സമയത്ത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പോലും നെഞ്ചിടിപ്പോടെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അതായത് 42 സീറ്റുകൾ, തിരുവനന്തപുരത്ത് 101 വാർഡുകൾ ആണ് ഉള്ളത്. 100 വാർഡുകളിലേക്കാണ് ഇപ്പോൾ
കോർപ്പറേഷനിലെ ഡിവിഷനുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു ഡിവിഷനിൽ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് വോട്ടെടുപ്പ് നടന്നില്ല. പക്ഷേ 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ ഏറ്റവും കൂടുതൽ ഡിവിഷനുകൾ ഉള്ള കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരം എന്നത് തലസ്ഥാനമാണ്. കേരളത്തിന്റെ തലയെന്ന് തന്നെ പറയാവുന്ന ആ കോർപ്പറേഷൻ ആര് ഭരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് NDA പ്രതീക്ഷ പുലർത്തുന്നത്. പക്ഷേ ആ പ്രതീക്ഷയിലേക്ക് അവർക്ക് എത്താൻ പറ്റുമോ? ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവർ എത്തുമോ? 51 എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമോ? അതാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ 42ലേക്ക് അവരുടെ സീറ്റ് നില ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നു. 9 ഇടങ്ങളിൽ കൂടി വിജയക്കൊടി പാറിക്കാൻ സാധിച്ചാൽ കേരളത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ മേയർ എന്ന പദവിയിലേക്ക് BJP-കാരനായ നേതാവ് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നു. അങ്ങനെ രാഷ്ട്രീയ കേരളം ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് വീണ്ടും കേന്ദ്രീകരിക്കുകയാണ്. മറ്റു കോർപ്പറേഷനുകളുടെ ഫലങ്ങൾ എന്താകുമെന്ന ഏതാണ്ട് സൂചനകൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് കൊച്ചിയും തൃശ്ശൂരും ഉറപ്പിക്കുന്നത്. UDF കൊല്ലത്ത് അപ്രതീക്ഷിതമായ അട്ടിമറി വിജയത്തിലേക്ക് UDF പോകുന്നു. കണ്ണൂർ ഇത്തവണയും UDF-ന് നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം. അതേസമയം കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം 2020 അടക്കമുള്ളവയുടെ അപ്പുറം ഏതെങ്കിലും തരത്തിൽ